എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സ് ആണ്. 2024 കേരള പി എസ് സി നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നാണ് LDC പരീക്ഷ, അതുപോലെ തന്നെ LGS പരീക്ഷ. ഒപ്പം 10th ലെവൽ പ്രിലിം എക്സാമും നടക്കാൻ പോകുന്നു. സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ തസ്തിക അതിനുള്ളിൽ വരാം. അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോ സീരീസിൽ കഴിഞ്ഞ ഏതാനും ക്ലാസ്സിലൂടെയായിട്ട് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് 2021 വർഷത്തിൽ നടന്ന LGS മെയിൻ പരീക്ഷയിലെ ചോദ്യപേപ്പറാണ്. അതിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തി, അനുബന്ധ കാര്യങ്ങളും പരിചയപ്പെടുത്തി. ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ തുടക്കമിടുന്നത് 2023 നടത്തിയ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നടത്തിയ ചോദ്യപേപ്പറിലെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ ചോദ്യമായിട്ട് കണ്ടിരിക്കുന്നത്. നമ്മളൊരു ബേസിക് കാര്യങ്ങൾ പഠിച്ച ശേഷം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പം നിങ്ങൾക്ക് സ്വന്തം ഇതിന്റെ ഉത്തരം കണ്ടെത്താനും പറ്റും, നിങ്ങൾക്ക് ഒരു സന്തോഷമാവുകയും ചെയ്യും. കേരളത്തിന്റെ ഭൂപ്രകൃതി പ്രധാനമായിട്ടും 3 തരംതിരിക്കാം. അതിലൊന്ന് തീരപ്രദേശം. നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്ന തീരപ്രദേശം. രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഇടനാട്. മൂന്നാമതായിട്ട് വരുന്നത് മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ ഇടനാട് എന്ന് പറയുന്നത്. സമുദ്ര തീരത്ത് നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശം എന്നല്ല, മറിച്ച് ഇടനാട് എന്ന് പറയുന്നത്. ഓർക്കാൻ സിമ്പിളാണ്. 7.5 മീറ്റർ വരെയാണെങ്കിൽ തീരപ്രദേശം, പിന്നെ 75 മീറ്റർ വരെയാണെങ്കിൽ ഇടനാട്. അപ്പോൾ 75 മീറ്ററിൽ കൂടുതലുള്ള പ്രദേശമാണെങ്കിലോ അത് മലനാട് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ തീരപ്രദേശം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളെ ഇടനാട് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ 75 മീറ്ററിൽ കൂടുതലുള്ള പ്രദേശങ്ങളെ അവിടെ ഇടനാട് എന്നല്ല, മറിച്ച് മലനാട് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. നമ്മുടെ കേരളത്തിന്റെ മൊത്തം വിസ്തീർണം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ മലനാടാണ്. മലനാടിന്റെ ശതമാനം എന്ന് പറയുന്നത് 48%. രണ്ടാമത് വരുന്നത് ഇടനാടാണ്, 42%. മൂന്നാമത് വരുന്നത് തീരപ്രദേശമാണ്, അവശേഷിക്കുന്ന 10%. ഇത് SCERT ഫാക്ട് ആണ്. ഇതെല്ലാം SCERT ഫാക്ട് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ശതമാനാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിന്റെ ഭൂപ്രദേശത്തിൽ മലനാടാണ്, 48%. രണ്ടാമത് വരുന്നത് ഇടനാടാണ്, 42%. മൂന്നാമത് വരുന്നത് തീരപ്രദേശമാണ്, 10%. കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് വരാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏത്? നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലോ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓപ്ഷൻ A ഇടനാട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇവിടെ നമ്മൾ ഇടനാടും തീരപ്രദേശവും മലനാടുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ, PSCക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇവിടെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം: കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ആ ഒരു ഭൂപ്രകൃതി ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇടനാടാണ്. ചിലപ്പോൾ ചോദിക്കാം ഇടനാടിനും അതേപോലെ തന്നെ അറബിക്കടലിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ അത് തീരപ്രദേശമാണ്. അതേപോലെ നമ്മുടെ പശ്ചിമഘട്ടത്തിനും അതേപോലെ തന്നെ ഇടനാടിനും ഇടയിലായിട്ടാണ് ഏത് വരുന്നത്? മലനാട് വരുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് മലനാട് വരുന്നത് എന്ന കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പറഞ്ഞ ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ചോദിക്കുകയാണെങ്കിൽ അത് ലാറ്ററൈറ്റ് മണ്ണാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്ത് മണ്ണാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ലാറ്ററൈറ്റ് മണ്ണ്. അതുകൊണ്ട് തന്നെ ഇടനാട് എന്ന് പറയുന്ന
ഈ ഒരു പ്രദേശത്ത് റബ്ബർ കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതുകൂടാതെ തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടക്ക, ഗ്രാമ്പു, മരച്ചീനി, നെല്ല്, വാഴ എന്നിവയാണ് ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുന്നത്. ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ ഒരു ലാറ്ററൈറ്റ് മണ്ണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ലാറ്ററൈറ്റ് മണ്ണുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വടക്കൻ കേരളത്തിൽ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നതാണ് ഈ ലാറ്ററൈറ്റ് കുന്നുകൾ. അതിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ഇതെങ്ങനെയാണ് പ്രസിദ്ധമാകുന്നത്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ട അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ കേരളത്തിലെ ടോട്ടൽ തീരപ്രദേശ ദൈർഘ്യം ചോദിക്കുകയാണെങ്കിൽ 580 കിലോമീറ്റർ ആണ്. ഇപ്പോൾ അത് 590 വെബ്സൈറ്റുകളിൽ കാണുന്നുണ്ട്, ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ. എന്നാൽ PSCക്ക് വന്നിരിക്കുന്നത് 580 കിലോമീറ്റർ എന്നാണ്. അപ്പോൾ 590 ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരമായിട്ട് വരിക. ഇനി മൊത്തം കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകൾ ചോദിച്ചാൽ 9 ജില്ലകളാണ്. അതിൽ കടൽ തീരമില്ലാത്തത് 5 ജില്ലകൾക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്രണ്ണമാണ്? 5 ജില്ലകളാണെന്ന കാര്യം കൂടി ഓർക്കുക. 5 ജില്ലകളുടെ പേരൊന്ന് കണ്ടുപിടുത്തി പഠിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഡ്യൂട്ടിയാണ്. സിമ്പിളാണ്. അത് ഏതൊക്കെയാണെന്ന് സ്വന്തം കണ്ടുപിടിച്ചിട്ട് അതിന് ഉത്തരം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. കാരണം അത് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. കാരണം അത് പരീക്ഷയ്ക്കെപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, 5 ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരമില്ല. അപ്പോൾ കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ ഏതാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് പഠിക്കുക. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെങ്കിൽ രേഖപ്പെടുത്താം, പക്ഷെ അത് പഠിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ചോദ്യം, 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉപദ്വീപാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു വി ഷേപ്പ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അറബിക്കടലുണ്ട്, ഇവിടെ ബംഗാൾ ഉൾക്കടലുണ്ട്, ഇവിടെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. അപ്പോൾ 3 വശവും എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. അതാണ് അതിനെ ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറേബ്യൻ ഉപദ്വീപുണ്ട്, അതുപോലെ തന്നെ അലാസ്ക ഉപദ്വീപ് നമ്മുടെ SCERT പറയുന്നതാണ്. ഉപദ്വീപുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ഉപദ്വീപ്, അതുപോലെ തന്നെ അറേബ്യ എന്ന് പറയുന്നത് ഒരു ഉപദ്വീപാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ അറേബ്യൻ ഉപദ്വീപ്. അതുപോലെ SCERT പറയുന്ന മറ്റൊന്നാണ് അലാസ്ക. അലാസ്ക എന്ന് പറയുന്നത് ഈ പറയുന്ന ഉപദ്വീപിന് ഉദാഹരണമാണ്. ഈ അലാസ്കയിലെ ഈ പറയുന്ന ഭാഗം സിക്ക, ആ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് SCERT പറയുന്ന സ്കാൻഡിനേവിയൻ ഉപദ്വീപ് എന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. സ്കാൻഡിനേവിയൻ ഉപദ്വീപ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്നതിനോടൊപ്പം ഉപദ്വീപ് പറയുന്നുണ്ട്, അത് ഉപദ്വീപാന്ന് മനസ്സിലാകും. പക്ഷെ ഈ ഒരു പരീക്ഷയുടെ സമയത്ത് ചിലപ്പോൾ ഇന്ത്യൻ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ് അങ്ങനെ കൊടുക്കില്ല. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് കൊടുക്കുകയായിരിക്കും, അറേബ്യൻ എന്നായിരിക്കും ചിലപ്പോൾ കൊടുക്കുക. അപ്പോൾ അതൊരു ഉപദ്വീപാണ്. അലാസ്ക എന്നായിരിക്കും കൊടുക്കുക, അതൊരു ഉപദ്വീപാണ്. അലാസ്കയിലെ സിക്ക അത് പിടിച്ചിട്ട് സ്കാൻഡിനേവിയൻ എന്ന് പറയുന്നത് ഒരു ഉപദ്വീപാണെന്ന കാര്യം ഓർക്കുക. പിന്നെ SCERT നൽകുന്നതാണ് ലാബ്രഡോർ. ലാബ്രഡോർ എന്ന് പറയുന്നത് ഒരു ഉപദ്വീപാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ലാബ്രഡോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദ്വീപാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ദ്വീപുകൾ എന്ന് പറയുക. ഉദാഹരണമായിട്ട് നമ്മുടെ ലക്ഷദ്വീപ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളൊക്കെ ദ്വീപുകൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക ദ്വീപിന് ഉദാഹരണമാണ്. ജപ്പാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ദ്വീപ് രാഷ്ട്രമാണെന്ന കാര്യം ഓർക്കുക. ഫിലിപ്പൈൻസ്, മഡഗാസ്കർ തുടങ്ങിയവയൊക്കെ എന്താണ്? ദ്വീപിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻലാൻഡ്, മാലിദ്വീപ്, അതൊക്കെ എന്താണ്? ഈ പറയുന്ന ദ്വീപുകൾക്ക് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതിനെയാണ് നമ്മൾ എന്ന് പറയുക? ഉൾക്കടൽ എന്ന് പറയുന്നത്. 3 വശവും എന്താണ്? കരയാൽ ചുറ്റപ്പെട്ടതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഉൾക്കടൽ എന്ന് പറയുന്നത്. ബേ ഓഫ് ബംഗാൾ, ഉൾക്കടലിന്റെ ഇംഗ്ലീഷാണ് ബേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ബേ ഓഫ് ബംഗാൾ. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് എന്ത്? ഉൾക്കടൽ എന്ന് പറയുന്നത്. 3 ഭാഗവും എന്താണ്? കരയാൽ ചുറ്റപ്പെട്ട ഉൾക്കടലിനെയാണ്, കരയാൽ ചുറ്റപ്പെട്ടതിനെയാണ് നമ്മൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട, 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെ ഉപദ്വീപ് എന്ന് നമ്മൾ വിളിക്കുന്നു. പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു കരപ്രദേശത്തെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് പറയുന്നത്. എന്നാൽ 3 വശവും കരയാൽ ചുറ്റപ്പെട്ട
ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമുദ്രഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉൾക്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടതിനെയാണ് ഉൾക്കടൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ബേ എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഈ തടാകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കരയാൽ ചുറ്റപ്പെട്ട ജലാശയങ്ങളാണ്. തടാകങ്ങൾ എന്ന് പറയുന്നത് കരയാൽ ചുറ്റപ്പെട്ട ജലാശയങ്ങളാണ്. കരയാൽ ചുറ്റപ്പെട്ട ജലാശയമാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശാസ്താംകോട്ട തടാകം ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഉത്തരമായിട്ട് വരേണ്ടത് ഇരവികുളമാണ്. ഇരവികുളം ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഈ ഇരവികുളമാണ്. ഈ വരയാടിന്റെ ശാസ്ത്രീയ നാമം ചോദിക്കും. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നതാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്ന കാര്യം ഓർത്തിരിക്കുക. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നതാണ് ഈ പറയുന്ന വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്ന കാര്യം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ഈ തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ചോദിച്ചാലും വരയാടാണ്. ഇതിനെ നീലഗിരി താർ എന്നും അറിയപ്പെടുന്നുണ്ട്. നീലഗിരി താർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം തമിഴ്നാടിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ തമിഴ്നാടിന്റെ ദേശീയ മൃഗം ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ഏതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വരയാടാണ്. അതിനെ നീലഗിരി താർ എന്നും വിളിക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഈ പറയുന്ന ഇരവികുളം ദേശീയോദ്യാനം എന്ന് നമുക്ക് അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചാലും ഈ കാണുന്ന ഇരവികുളം ദേശീയോദ്യാനം തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി ഓർത്തിരിക്കുക, ഇടുക്കി ജില്ലയിലെ ദേവികുളം എന്ന് പറയുന്ന താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. 1975 വർഷത്തിൽ ഇരവികുളത്തെ ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നു. 1975. തുടർന്ന് 1978 ഇതിനെ ഒരു ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 75 വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് 1978 എന്ന കാര്യം ഓർത്തിരിക്കുക. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ തെക്കുഭാഗത്ത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാലും ആനമുടി തന്നെയാണ്. ആ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്, ഇടുക്കി ജില്ലയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന സൈലന്റ് വാലിയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത് സൈലന്റ് വാലി. അപ്പോൾ ആദ്യത്തേത് ഇരവികുളം നമ്മൾ പഠിച്ചു, ഏറ്റവും വലുതും നമ്മൾ ഇരവികുളമാണെന്ന് പഠിച്ചു. അതേസമയത്ത് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ചോദിക്കുകയാണെങ്കിൽ അത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയെ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. 1984 വർഷത്തിലാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയല്ല, മറിച്ച് രാജീവ് ഗാന്ധിയാണ്. അത് 1985 സെപ്റ്റംബർ 7 1985 സെപ്റ്റംബർ മാസം 7 അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1984 ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ അത് പിന്നീട് ഉദ്ഘാടനം ചെയ്യുന്ന രാജീവ് ഗാന്ധിയുടെ സമയത്താണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. 1985 തൊട്ടടുത്ത വർഷമാണ് അത് എന്തായിട്ട് വരുന്നത്, ഉദ്ഘാടനം ചെയ്ത് ദേശീയോദ്യാനമായിട്ട് വരുന്നത്. ഇനി ബഫർ സോണായിട്ട് സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ചത് 2007 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഒന്നാണ് തേക്കടി എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് ചോദിച്ചാൽ അത് ഇരവികുളമാണെന്ന് പഠിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു ഈ പറയുന്ന പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ തേക്കടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പെരിയാർ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന പാമ്പാടും ചോലയാണ്. വെറും 1.32 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അതിന്റെ വിസ്തീർണം എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഈ പറയുന്ന പാമ്പാടും ചോല. അപ്പോൾ 4 ഓപ്ഷനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം PSC പരീക്ഷയിൽ മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ചത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി, പെരിയാർ നദിക്ക് കുറുകെയാണ്. പെരിയാർ നദിക്ക് കുറുകെ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് മാർത്താണ്ഡവർമ്മ ഇളയരാജയാണ് നാടിന് സമർപ്പിക്കുന്നത് 1940 ജൂൺ 14 പെരിയാറിന് കുറുകെ പാലത്തിന്റെ നിർമ്മാണം 1937 ആരംഭിച്ചു. അത് പിന്നീട് 1940 ഇത് മാർത്താണ്ഡവർമ്മ ഇളയരാജ എന്ത് ചെയ്യാണ്
നാടിന് സമർപ്പിക്കുകയാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. പെരിയാർ നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മളിവിടെ തന്നിരിക്കുന്ന മറ്റ് ചോദ്യത്തിലേക്ക് വരാം. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പലപ്പോഴും PSC പരീക്ഷയിൽ കേരളവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് LGS പരീക്ഷയിൽ 10th ലെവൽ പ്രിലിം പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആലപ്പുഴ, കൊല്ലം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലയിൽ നമ്മുടെ കണ്ണോടേണ്ടത് ഓപ്ഷൻ എയിലേക്കാണ്, ആലപ്പുഴ ജില്ലയിലേക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. കൃത്യമായി ഓർത്തിരിക്കുക. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഞാനിനി പറയാൻ പോകുന്ന പോയിന്റുകൾ കൃത്യമായി മനസ്സിൽ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ല എന്ന് ചോദിച്ചിരിക്കുന്നു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എന്നും ചോദിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എന്ന് ചോദിച്ചാലും ആലപ്പുഴ തന്നെയാണ്. ഇനി നോക്കുക, കേരളത്തിൽ ശ്രദ്ധിക്കുക, കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവനന്തപുരമാണ്. എന്താണ്? തിരുവനന്തപുരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാലും തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ്. അതായത് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അനുബന്ധ മത്സ്യബന്ധന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ട ആലപ്പുഴയാണ്. എന്നാൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സജീവ, അപ്പൊ കടലിനെ ആശ്രയിക്കുന്നവരാണല്ലോ എപ്പോഴും പോകുന്നത്, അപ്പൊ അവിടെ എന്താണ് സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാലും അത് തിരുവനന്തപുരമാണ്. എന്നാൽ ഇനി ശ്രദ്ധിക്കുക, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എന്താണ്? ഞാൻ പറഞ്ഞത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്താണ്. അപ്പൊ സജീവ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ പറഞ്ഞു, അതായത് ഉപജീവനത്തിനായിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുമായ മത്സ്യത്തൊഴിലാളികളാണ് ഈ സജീവ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത്. രണ്ടുപേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അനുബന്ധ മത്സ്യബന്ധന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല അത് ആലപ്പുഴ ജില്ലയാണ്. അതേസമയത്ത് കടലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുള്ള തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ എറണാകുളമാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ അത് നമ്മുടെ വയനാട് ജില്ലയാണ്. ഏത് ജില്ലയാണ്? വയനാട് ജില്ലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ വയനാട് ജില്ലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്പരം ചിലപ്പോൾ മാറിപ്പോകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല അത് ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ളത് തിരുവനന്തപുരത്താണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലാണ്. ഇനി ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ അത് നമ്മുടെ വയനാട് ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ തന്നെ കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന എന്താണെന്ന് വെച്ചാൽ 1980 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1980 കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് പരുത്തിത്തുണി വ്യവസായം എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. പരുത്തിത്തുണി വ്യവസായം. നമ്മുടെ ഈ പരുത്തീനെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. പരുത്തീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് ഈ പറയുന്ന പരുത്തീനെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക.
അതേപോലെ തന്നെ നമ്മളിവിടെ നൽകിയിരിക്കുന്ന ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പരുത്തിത്തുണി വ്യവസായമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. പരുത്തിയുടെ ജന്മദേശം ചോദിച്ചാലും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. പരുത്തിയുടെ ജന്മദേശം ചോദിച്ചാലും ഇന്ത്യയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഉൽപാദന പ്രക്രിയയിൽ ഭാരം നഷ്ടപ്പെടാത്ത അസംസ്കൃത വസ്തു കൂടിയാണ് ഈ പറയുന്ന പരുത്തി. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തിൽ ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത് ഈ പറയുന്ന സിന്ധു നദീതട നിവാസികളാണ്. ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. അതുകൊണ്ട് തന്നെ പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഒരു പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പരുത്തി തുണി വ്യവസായം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ പെടുന്നത് ഏത്? അവിടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം? പരുത്തി തുണി വ്യവസായം പറയാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പരുത്തി വ്യവസായമാണ്. അവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? പരുത്തിയാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി ലോകത്ത് പരുത്തി ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്താണ് ചൈന. ഇന്ത്യ 1ാമത് വരുന്നുണ്ട്. ഇനി അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗുജറാത്തിലാണെന്ന കാര്യം ഓർക്കുക. ഇനി കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പാലക്കാടാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പാലക്കാടാണ്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ഹരിയാനയിലെ പാനിപ്പത്താണ്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഹരിയാനയിലെ പാനിപ്പത്താണ് ഇന്ത്യയിലെ നെയ്ത്ത് പട്ടണം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഡെനീം സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദാണ്. ഡെനീം സിറ്റി, ഇന്ത്യയിലെ ഡെനീം സിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രാജ്യത്തെ 2ാമത്തെ പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠിത വ്യവസായത്തിൽ പെടുന്നതാണ് ഈ പറയുന്ന പഞ്ചസാര വ്യവസായം എന്ന് പറയും. ഒന്നാമത്തെ പറഞ്ഞു പരുത്തി. പരുത്തിനെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. പരുത്തിയുടെ ജന്മദേശമാണ് ഇന്ത്യ എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പറയുന്നത് എന്താണ്? രാജ്യത്തെ 2ാമത്തെ പ്രധാന കൃഷി അധിഷ്ഠിത വ്യവസായമാണ് ഏതെന്ന് പറയുന്നത് പഞ്ചസാര വ്യവസായം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് 2022-23 റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ചണ വ്യവസായത്തിനും ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തും ഇന്ത്യ വരുന്നുണ്ട്. ഗോൾഡൻ ഫൈബർ, പരസ്പരം മാറിപ്പോരുത്. നമ്മൾ ആദ്യം പറഞ്ഞത് യൂണിവേഴ്സൽ ഫൈബറാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തിയാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ചണമാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണമാണ്. നമുക്ക് ഓർക്കാനായിട്ട് നമ്മൾ ഈ ഗോൾഡൊക്കെ വിറ്റാലാണല്ലോ പണം കിട്ടുക. പണം ചണം ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഗോൾഡൊക്കെ വിറ്റാലാണല്ലോ പണം കിട്ടുക. അപ്പോൾ പണം ചണം എന്ന് അങ്ങനെ ഓർത്ത് വെക്കണം. ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുമ്പോൾ പരുത്തിയാണ്. എന്താണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുമ്പോൾ ഏതാണ്? അത് പരുത്തിയാണ്. ഇനി ഏറ്റവും കൂടുതൽ ഈ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പശ്ചിമ ബംഗാൾ പ്രദേശത്താണ്. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഇന്ത്യൻ തുറമുഖം ചോദിച്ചാൽ അത് ആ ഒരു പശ്ചിമ ബംഗാളുമായി ബന്ധപ്പെട്ട നമ്മുടെ കൊൽക്കത്ത തുറമുഖമാണ് എന്ന കാര്യം ഓർക്കുക. ഇനി നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി കൺക്ലൂഡ് ചെയ്യുന്നു. നമ്മളിവിടെ നമ്മുടെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പരുത്തിത്തുണി വ്യവസായമാണ്. നമ്മൾ പറഞ്ഞു രാജ്യത്തെ 2ാമത്തെ പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠിത വ്യവസായമാണ് നമ്മുടെ പഞ്ചസാര വ്യവസായം എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പരുത്തിയാണ്. അതേസമയത്ത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ചണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഈ പറയുന്ന പരുത്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു പരുത്തിയുടെ ജന്മദേശമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് ഈ പരുത്തി കൃഷി ചെയ്തത് നമ്മുടെ സിന്ധു നദീതട നിവാസികളാണ്. അതുകൊണ്ട് തന്നെ പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഒരു പരമ്പരാഗത വ്യവസായങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ പറയുന്ന പരുത്തിത്തുണി വ്യവസായം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. 2ാമത് ചൈനയിലാണ് നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ചോദിച്ചാൽ അത് പരുത്തിയാണ്. ഇന്ത്യയിലെ 2ാമത്തെ പ്രധാനപ്പെട്ട കാർഷിക അധിഷ്ഠിത വ്യവസായം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വേണ്ടത് കാർഷിക അധിഷ്ഠിത വ്യവസായം ചോദിച്ചാൽ അത് നമ്മുടെ പഞ്ചസാര വ്യവസായമാണെന്ന് പഠിച്ചു. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. നമ്മുടെ കേരളത്തിൽ ഒറ്റയൊരു ജില്ലയിലെ ഈ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം ഏതാണെന്ന് വെച്ചാൽ അത് പാനിപ്പത്താണ്, ഹരിയാനയിലാണ്. അപ്പം നെയ്ത്ത് പട്ടണം എന്ന് പറയുമ്പോൾ അത് പിടിച്ചിട്ട് പാനിപ്പത്ത് അതുപോലെ തന്നെ ഹരിയാനയിലാണ് എന്ന കാര്യം ഓർക്കുക. അപ്പം നെയ്ത്ത് പട്ടണം പാനിപ്പത്ത് അത് അവിടെ തന്നെ ഉണ്ട്. കാരണം നെയ്ത്തു പട്ടണം എന്നാണ് പറയുന്നത്. ആ പായുണ്ട്, നെയ്ത്തിന്റെ ഇത്തയുണ്ട്. പാനിപ്പത്തിലും അത് രണ്ടും ഉണ്ട്. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. നെയ്ത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇത്തയുണ്ട്.
പട്ടണം എന്ന് എഴുതുമ്പോൾ അവിടെ ഒരു പായുണ്ട്, അത് തിരിക്കുക. അപ്പോൾ അവിടെ പായും ഇത്തയും വരും. തുടക്കം പ, അവസാനം ഇത്ത. അതാണ് പാനിപ്പത്ത്. അതെവിടെയാണ്? ഹരിയാനയിലാണ്. ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കാം. ഡെനിം സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ അഹമ്മദാബാദാണ് ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി പഞ്ചസാരയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ 2022-23 റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയാണ്. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് പക്ഷേ ഉത്തർപ്രദേശാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ഉത്തർപ്രദേശാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായമാണ് ഈ പറയുന്ന പഞ്ചസാര വ്യവസായം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ചണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞു ഗോൾഡൻ ഫൈബർ ചണമാണ്. അതേസമയത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് നമ്മുടെ പരുത്തിയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം നമ്മുടെ കൊൽക്കത്ത തുറമുഖമാണ്. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അത് ആന്ധ്രാപ്രദേശ് ആണെന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി തിരുവനന്തപുരമാണ്. ഇത് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെയാണ് പ്രതിമകളുടെ നഗരം എന്നും കൂടി പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത്, നമ്മുടെ കേരളത്തിന്റെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നതും തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ നിത്യഹരിത നഗരം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ നിത്യഹരിത നഗരം തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള കോർപ്പറേഷൻ ചോദിച്ചാലും അത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുമതക്കാരുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ പുകവലി രഹിത ജില്ല ചോദിച്ചാൽ അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പുകയില പരസ്യങ്ങൾ നിരോധിച്ച ജില്ലയും അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ചോദിച്ചാലും അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ നിത്യഹരിത നഗരം, അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ തലസ്ഥാനം, അത് പിന്നെ ഏതൊരാൾക്കും അറിയാം. ഇനി അടുത്തത് 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള കോർപ്പറേഷൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുമതക്കാരുള്ള ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതർ ഉള്ള ജില്ല, കേരളത്തിൽ ആദ്യം പുകവലി രഹിത ജില്ല, അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പുകയില പരസ്യങ്ങൾ നിരോധിച്ച ജില്ല ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കൊല്ലം ജില്ലയാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന 5 ജില്ലകളിൽ ഒന്നാണ് ഈ പറയുന്ന കൊല്ലം ജില്ല എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കും. അത് നമ്മുടെ 37 കിലോമീറ്റർ മാത്രമുള്ള കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതലാണെങ്കിൽ അത് കണ്ണൂർ ജില്ലയാണ് എന്ന് നമുക്കറിയാം. ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപം ധാരാളമായിട്ട് കാണപ്പെടുന്ന ജില്ലയാണ് ഈ പറയുന്ന കൊല്ലം ജില്ല എന്ന് നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല, കശുവണ്ടി ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ കണ്ണൂരിലേക്ക് പോകും. ഫാക്ടറികൾ എന്ന് എടുത്തു പറയുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അത് കൊല്ലം ജില്ലയാണെന്ന കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാലും അത് നമ്മുടെ കൊല്ലം ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും കൊല്ലം ജില്ലയിലാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല, വരുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് കൊല്ലം ജില്ലയാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന 5 ജില്ലകളിൽ ഒന്നാണ് കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല നമ്മുടെ കൊല്ലം ജില്ലയാണ്. 37 കിലോമീറ്റർ. ഏറ്റവും കൂടുതലുള്ള കണ്ണൂർ ജില്ലയാണ്. ഇലമനൈറ്റ്, മോണോസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല, കശുവണ്ടി ഉൽപ്പാദനമല്ല ഫാക്ടറികളാണ്. ഉൽപ്പാദനം വരുമ്പോൾ കണ്ണൂരിലേക്ക് പോകും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. അത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് പിന്നീട് പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ചോദിച്ചാൽ അത് നമ്മുടെ കൊല്ലം ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച ജില്ലയാണ് അല്ലെങ്കിൽ നഗരമാണ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന നഗരം. തൃശ്ശിവപേരൂർ എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശിവപേരൂർ എന്നറിയപ്പെട്ടിരുന്നതാണ് ഈ പറയുന്ന തൃശ്ശൂർ. ഇനി കേരളത്തിൽ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടും. കേരളത്തിന്റെ തലസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തിരുവനന്തപുരമാണ്. എന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് എടുത്തു ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ചോദിച്ചാലും തൃശ്ശൂർ ജില്ലയാണെന്ന കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ്, അത് തൃശ്ശൂർ ജില്ലയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മളിവിടെ പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായിട്ടുള്ള ആലപ്പുഴ ജില്ലയാണ്.
റിസർവ് വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ ജില്ല. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ്. ഒന്നാമത്തെ ഓൾറെഡി പറഞ്ഞു തിരുവനന്തപുരമാണ്. ഏറ്റവും കുറവ് അങ്ങ് ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെയാണ് ഏത്? ആലപ്പുഴ എന്ന കാര്യം ഓർക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ആലപ്പുഴ ജില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ല ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? ആലപ്പുഴ ജില്ലയാണ് എന്ന കാര്യം ഓർക്കുക. തൊട്ടു മുമ്പ് നമ്മൾ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും നമ്മൾ പഠിച്ചിരുന്നു. ഇതിന് തൊട്ട് മുമ്പത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിൽ കടലിനെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും ഉള്ളത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ളതും തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ്. എന്നാൽ ഏറ്റവും കുറവുള്ള മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്നത് 1980 തുടങ്ങിയ പോയിന്റുകൾ അവിടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കാം. കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ജാർഖണ്ഡിലെ ജാറിയ. അപ്പോൾ ഇവിടെ ജാർഖണ്ഡ് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ജാർഖണ്ഡിലെ ജാറിയ എന്ന ആ ഒരു പേര് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജാർഖണ്ഡ് എന്ന കാര്യം ഓർക്കുക. എന്താണ്? ജാർഖണ്ഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ പച്ചക്കറി കർഷകൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. കേരളത്തിലെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഹരിതമിത്രം എന്ന് പറയുന്ന പുരസ്കാരം. കേരളത്തിലെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഹരിത മിത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീണ്ടും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി കേരളത്തിലെ ഈ പറയുന്ന നാളികേര കർഷകൻ, മികച്ച നാളികേര കർഷകന് നൽകുന്നതാണ് നമ്മുടെ കേരള കേസരി പുരസ്കാരം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കേരള കേസരി. ഇതെന്താണ്? നമ്മുടെ കേരളത്തിലെ മികച്ച നാളികേര കർഷകന് നൽകുന്ന പുരസ്കാരമാണ് നമ്മുടെ കേരള കേസരി പുരസ്കാരം എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ മികച്ച നാളികേര കർഷകന് നൽകുന്ന പുരസ്കാരമാണ് കേരള കേസരി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മികച്ച പുഷ്പ പരിപാലകന് നൽകുന്ന ആ ഒരു പുരസ്കാരമാണ് ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരം. എന്താണ്? ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരം. അപ്പോൾ ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മികച്ച പുഷ്പ പരിപാലകന് നൽകുന്ന പുരസ്കാരമാണ്. ഇനി അടുത്തത് നമ്മുടെ മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് നൽകുന്ന ഒരു പുരസ്കാരമാണ് കർഷക ജ്യോതി പുരസ്കാരം. മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് നൽകുന്ന പുരസ്കാരമാണ് നമ്മുടെ കർഷക ജ്യോതി പുരസ്കാരം. ഇനി മികച്ച കർഷക തൊഴിലാളിക്കാണ് ഗ്രാമശക്തി അവാർഡ്. എന്താണ്? ഗ്രാമശക്തി അവാർഡ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഞാനിവിടെ ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു മികച്ച നാളികേര കർഷകന് കൊടുക്കുന്നതാണ് കേരള കേസരി എന്ന് പറയുന്ന ഈ ഒരു പുരസ്കാരം. ഹരിതമിത്ര എന്ന് പറയുന്ന പുരസ്കാരം പച്ചക്കറി കർഷകന് കൊടുക്കുന്നതാണ്. ഇനി പുഷ്പ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മികച്ച പുഷ്പ പരിപാലകന് കൊടുക്കുന്നതാണ് ഉദ്യാന ശ്രേഷ്ഠ എന്ന് പറയുന്ന ഈ ഒരു പുരസ്കാരം. ഇനി മികച്ച കർഷക തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ഗ്രാമശക്തി എന്ന് പറയുന്ന പുരസ്കാരം. അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മളിവിടെ പറഞ്ഞത് കർഷക ജ്യോതി എന്ന് പറയുന്ന പുരസ്കാരമാണ്. കർഷക ജ്യോതി എന്ന് പറയുന്ന പുരസ്കാരം അത് മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകനാണ് ആ ഒരു പുരസ്കാരം കൊടുക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ കർഷകോത്തമ പുരസ്കാരമുണ്ട്. മികച്ച കർഷകന് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ പുരസ്കാരം. എന്താണ്? കർഷകോത്തമ പുരസ്കാരം. അപ്പൊ കർഷകോത്തമ പുരസ്കാരം എന്ന് പറയുന്നത് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരമാണ്. മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരമാണ്. മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് കർഷകോത്തമ പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി കർഷക തിലകമുണ്ട്. എന്താണ്? കർഷക തിലകമുണ്ട്. ഈ കർഷക തിലകം എന്ന് പറഞ്ഞാൽ മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. ഒരിക്കൽ കൂടി പറയാം, കർഷകോത്തമ പുരസ്കാരം മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരമാണ്. കർഷക തിലകം പുരസ്കാരം മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. കേരള കേസരി പുരസ്കാരം മികച്ച നാളികേര കർഷകന് നൽകുന്ന പുരസ്കാരമാണ്. ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരം പേരിൽ നിന്ന് തന്നെ കിട്ടും, മികച്ച പുഷ്പ പരിപാലകന് കൊടുക്കുന്ന പുരസ്കാരമാണ്. കർഷക ജ്യോതി എന്ന് പറഞ്ഞാൽ മികച്ച പട്ടികജാതി
പട്ടികവർഗ കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ്. ഇനി മികച്ച കർഷക തൊഴിലാളിക്കാണ് ഗ്രാമശക്തി എന്ന് പറയുന്ന പുരസ്കാരം കൊടുക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന പുരസ്കാരമുണ്ട്. അതാണ് ക്ഷീരധാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ക്ഷീരധാര പുരസ്കാരം മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് ക്ഷീരധാര എന്ന് പറയുന്ന പുരസ്കാരം. മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഏത്? ക്ഷീരധാര എന്ന് പറയുന്ന പുരസ്കാരം. അതുപോലെ തന്നെ മികച്ച യുവ കർഷകന് കൊടുക്കുന്ന പുരസ്കാരം പിന്നെ കിട്ടും യുവ കർഷക അവാർഡ്. എന്താണ്? യുവ കർഷക അവാർഡ്. യുവ കർഷക അവാർഡ് എന്ന് പറഞ്ഞാൽ മികച്ച യുവ കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് യുവ കർഷക അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മികച്ച യുവ കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? യുവ കർഷക പുരസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി മികച്ച യുവ കർഷക വനിതയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമാണെങ്കിലോ യുവ കർഷക വനിതാ അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. യുവ കർഷക വനിതാ അവാർഡാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് മികച്ച കർഷകന് മലയാള മനോരമ നൽകുന്ന ഒരു പുരസ്കാരം. അവരുടെ ഒരു മാസികയുടെ പേര് തന്നെയാണ് കർഷകശ്രീ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇനി ടെലിവിഷൻ ചാനലിലെ ഏറ്റവും മികച്ച കാർഷിക പരിപാടിയാണ് ഹരിതമുദ്ര. ഹരിതമുദ്ര എന്ന് പറയുന്ന ആ ഒരു കാർഷിക പരിപാടി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് കുറേ പുരസ്കാരങ്ങളാണ്. ഇത് നമ്മുടെ കേരള കാർഷിക പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ പച്ചക്കറി കർഷകൻ, തെങ്ങ് കർഷകൻ, പുഷ്പകൃഷി പരിപാലകൻ, കർഷക തൊഴിലാളി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതിൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഹരിതമിത്രം എന്ന് പറയുന്ന പുരസ്കാരമാണ്. അത് പച്ചക്കറി കർഷകനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ക്ലാസ്സിലെ അവസാന ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടം. അതാണ് PSCയുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം PSC നൽകിയിരിക്കുന്ന ഉത്തരമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ചോദിച്ചാൽ അത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ചോദിച്ചാൽ ജോഗ് വെള്ളച്ചാട്ടമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കർണാടകയിലെ ഷിമോഗയിലെ ശരാവതി നദിയിലാണ്. കർണാടകയിലെ ഷിമോഗയിലെ ശരാവതി എന്ന് പറയുന്ന നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിനെ തന്നെയാണ് ഗർസോപ്പ വെള്ളച്ചാട്ടം എന്നും വിളിക്കുന്നത്. എന്താണ്? ഗർസോപ്പ വെള്ളച്ചാട്ടം എന്ന് അറിയപ്പെടുന്നതും ഈ പറയുന്ന നമ്മുടെ ജോഗ് വെള്ളച്ചാട്ടത്തെയാണ്. ഈ ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങളുണ്ട്. 4 ജലപ്രവാഹങ്ങൾ ചേർന്നിട്ടാണ് ഈ ജോഗ് വെള്ളച്ചാട്ടം വരുന്നത്. രാജ, റാണി, റോറർ, റോക്കറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. രാജ, റാണി പിന്നെ റോറർ, അതുപോലെ തന്നെ റോക്കറ്റ്. രാജ, റാണി, റോറർ, റോക്കറ്റ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോഗ് വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ട രാജ, റാണി, റോറർ, റോക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അത് ജോഗ് വെള്ളച്ചാട്ടമാണ്. 225 മീറ്ററോളമാണ് ഉള്ളത്. അതിൻ്റെ ഉയരം ഷിമോഗ, കർണാടക, അവിടുത്തെ ശരാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് ശരാവതി നദിയാണ്. ഇനി ജോഗ് വെള്ളച്ചാട്ടത്തെ തന്നെയാണ് ഗർസോപ്പ വെള്ളച്ചാട്ടം എന്നും കൂടി അറിയപ്പെടുന്നത്. ഇനി ജോഗ് വെള്ളച്ചാട്ടത്തിൽ 4 ജലപ്രവാഹങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. രാജ, റാണി, റോറർ, റോക്കറ്റ്. രാജ, റാണി, റോറർ, റോക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോഗ് വെള്ളച്ചാട്ടത്തിലെ 4 ജലപ്രവാഹങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ്. ഏതാണ്? കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ്. ഇത് കർണാടകയിലെ വരാഹി നദിയിലാണ്. പക്ഷെ നമ്മുടെ PSC ഉത്തരം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി ശരിക്കും ഏതാണ് വരേണ്ടത്? കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് വരേണ്ടത്. 455 മീറ്ററോളം അതിന് ഉയരമുണ്ട്. ഒരുപക്ഷെ ഈ കുഞ്ചിക്കൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മുടെ കൈവശം ഉള്ളതാണ്. അപ്പോൾ 455 മീറ്റർ ആണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഉയരം എന്ന കാര്യം ഓർക്കുക. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇതൊരു PSC ഉത്തരമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് ചോദിച്ചാൽ അതിനൊരു സംശയം വേണ്ട, അത് ജോഗ് വെള്ളച്ചാട്ടമാണ്. അതേസമയത്ത് ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം, ഈ ജോഗിന്റെ നമ്മൾ പറഞ്ഞല്ലോ 265 മീറ്റർ ആണ്. പക്ഷെ മറ്റതിൻ്റെത് 455 മീറ്റർ ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം അതേപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നതും അവിടെ തന്നെയാണ്, കർണാടകയിലാണ്. പക്ഷെ നദി വ്യത്യാസമുണ്ട്. ജോഗാണെങ്കിൽ ശരാവതിയാണ്. ഇവിടെ ഈ വരാഹി നദിയിലാണ് ഈ പറയുന്ന കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം വരാഹി നദിയിലാണ്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാലോ, അവിടെ ഏറ്റവും ഉയരം കൂടി വെള്ളച്ചാട്ടം നമ്മുടെ വയനാട് ജില്ലയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടമാണ്. 300 മീറ്ററോളമാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. 3 തട്ടുകളായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. 300 മീറ്റർ ആണ്. അപ്പോൾ 300 മീറ്ററോളം ഇതിന് ഉയരമുണ്ട്. അതേപോലെ തന്നെ എന്താണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ
വെള്ളച്ചാട്ടമായിട്ട് പറയപ്പെടുന്നത് ഈ പറയുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടമാണ്. അത് വയനാട് ജില്ലയിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയത് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇവിടെ ജോഗ് ഫാൾസ്, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, അതിന് 225 മീറ്ററാണ് പറയുന്നത്. അതേ സമയത്ത് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി ചോദിച്ചാൽ അത് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ്. 455 മീറ്ററോളമാണ് അതിൻ്റെ ഉയരം പറയുന്നത്. അത് കർണാടകയിലെ വരാഹി നദിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടമാണ്. അത് ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ്. അത് വെനസ്വലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഏഞ്ചൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം അത് സ്ഥിതി ചെയ്യുന്നത് വെനസ്വലയിലാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ഈ പറയുന്ന ഏഞ്ചൽ വെള്ളച്ചാട്ടം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇനി പറയുന്ന പോയിന്റുകൾ നമ്മുടെ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഈ വെള്ളച്ചാട്ടവും ലോകവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ഞാൻ ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഏഞ്ചൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. ഏഞ്ചൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വെനസ്വലയിലാണെന്ന കാര്യം ഓർക്കാം. ഇത് തന്നെയാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഇത് തന്നെയാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ ആ യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ചോദിച്ചാൽ റൈൻ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ റൈൻ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം യൂറോപ്പിലാണ്. യൂറോപ്പിലെ സ്വിറ്റ്സർലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും കൂടുതലുള്ള റൈൻ വെള്ളച്ചാട്ടമാണ്. റൈൻ യൂറോപ്പ്. ഈ റൈൻ യൂറോപ്പ് അവിടെയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അത് സ്വിറ്റ്സർലാൻഡിലാണ്. ഇനി നമ്മുടെ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു ഭൂഖണ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ചോദിച്ചാൽ ടുഗേല എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. ടുഗേല എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. ഇനി നമ്മുടെ ഏഷ്യയിലേക്ക് വരുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹോങ്ഷു വെള്ളച്ചാട്ടമാണ്. ഏഷ്യയിലേക്ക് വരുമ്പോൾ അത് ഏതാണ്? ഹോങ്ഷു എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. ഹോങ്ഷു എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. ഇനി നമ്മുടെ ഈ സൗത്ത് അമേരിക്ക നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ്. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം. അതേസമയത്ത് വടക്കേ അമേരിക്കയിലേക്ക് വരുമ്പോൾ അവിടെ നയാഗ്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന നയാഗ്ര വെള്ളച്ചാട്ടമാണ്. നയാഗ്ര വെള്ളച്ചാട്ടമാണ് ഈ പറയുന്ന വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന കാര്യം ഓർത്തിരിക്കുക. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഇനി ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആ ഒരു ഭൂഖണ്ഡത്തിലേക്ക് വരുമ്പോൾ അവിടെ വല്ലമൻ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. വല്ലമൻ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ വെള്ളച്ചാട്ടം. അത് തന്നെയാണ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടവും. ഇത് വെനസ്വലയിലാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം റൈൻ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. അത് സ്ഥിതി ചെയ്യുന്ന സ്വിറ്റ്സർലാൻഡിലാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ചോദിച്ചാൽ അത് ടുഗേല എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. അതേസമയത്ത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം ചോദിക്കുകയാണെങ്കിൽ അത് ഹോങ്ഷു വെള്ളച്ചാട്ടമാണ്. ഇനി നമ്മുടെ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് ചോദിച്ചാൽ അത് നയാഗ്ര വെള്ളച്ചാട്ടമാണെന്ന കാര്യം ഓർത്തിരിക്കുക. നയാഗ്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വല്ലമൻ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. ഏതാണ്? വല്ലമൻ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. വല്ലമൻ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഇവിടെ കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇത്രയും നേരം കൊണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുകൂട്ടാം. കുറേ നല്ല നല്ല ചോദ്യങ്ങളുള്ള ഒരു ചോദ്യപേപ്പറാണ്. വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും പഠിക്കുക വഴി നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളായ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക. ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ ക്ലാസ് കണക്കാക്കുക. പുതിയ എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.